Hello students, today we are going to discuss about partial differentiation. Partial differentiation. We all are familiar with usual differentiation, that is differentiation of f of x, derivative of f of x ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കേസാണ്. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ്സ് കൺസിഡർ ചെയ്യുമ്പോൾ സോ ഫാർ വി ആർ ഡിസ്കസ്ഡ് ഓൺലി ഫങ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾ, അതായത് ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ വേരിയബിൾ എക്സ്, എക്സ് റിയൽ വേരിയബിൾ ആവുന്ന കേസിൽ കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എങ്ങനെയായിരുന്നു? ലിമിറ്റ് നമ്മൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h. Then if this limit exists, we can say that f is differentiable. Then f dash of x equal to limit h tends to 0 f of x plus h minus f of x divided by h. ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്, ഡെഫിനേഷനാണ്. ദെൻ നമ്മൾ കുറേ ഡെറിവേറ്റീവ്സിൻ്റെ ഒക്കെ ഫോർമുലാസ് പഠിച്ചിട്ടുണ്ട്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് what is x square, what is derivative of x square, that is 2x. Then d by dx of x cube is 3x square. In general, d by dx of x raised to n is n into x raised to n minus 1. ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. നമുക്ക് ജനറലായിട്ട് ഇതേ ഡിഫറൻസിയേഷൻ്റെ ഈ ഫോർമുലാസൊക്കെ നമുക്ക് ഇനിയും ആവശ്യമുള്ളതാണ് കേട്ടോ. അതായത് log xൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/x. ദെൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് ഇ റേസ് ടു എക്സ് ഈസ് ഇ റേസ് ടു എക്സ് ഇറ്റ് സെൽഫ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബേസിക് റിസൾട്ടുകൾ അറിഞ്ഞാലേ നമുക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷനും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ ഓഫ് മൾട്ടിപ്പിൾസ് വേരിയബിൾസ് ആണ്. അതായത് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എലോൺ ആണ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എഫ് ഓഫ് എക്സ് വൈ ഓർ എഫ് ഓഫ് എക്സ് വൈ ഇസഡ്, അതായത് മൾട്ടിപ്പിൾ വേരിയബിൾസ്. എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എക്സ് വൈ ഇസഡ് ആവുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് ഉള്ള ഒരു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് two variables. രണ്ട് വേരിയബിളുള്ളൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം. ദെൻ ദ ഡെഫിനിഷൻ ചോദിക്കുക കേട്ടോ. ഡിഫൈൻ ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അതായത് എക്സിലും വൈയിലുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു x square plus 2xy minus y cube plus 1. This is an example for a function in x and y. Okay. Then f of xy means f is a function in x and y. That is, there we consider two variables. Then we can consider the derivative of f with respect to. ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സിംഗിൾ വേരിയബിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദർ വി കൺസിഡർ ഡി എഫ് ബൈ ഡി എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എഫിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈയും കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ദെൻ ദ ഡെറിവേറ്റീവ്, അങ്ങനെ നമ്മൾ രണ്ട് കേസ്, അതായത് രണ്ട് ഡെറിവേറ്റീവ് കാണാവുന്നതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പം പാർഷ്യൽ ഡെറിവേറ്റീവ് രണ്ട് കേസ് വരും. ഏതൊക്കെയാണ്? വിത്ത് റെസ്പെക്ട് ടു എക്സും വരും, വിത്ത് റെസ്പെക്ട് ടു വൈയും വരും. Partial derivative with respect to x, the partial derivative of f of x y with respect to x is denoted by dou f by dou x. നമ്മൾ യൂഷ്വൽ ഡിഫറൻസിയേഷനിൽ യൂസ് ചെയ്യുന്നത് ഡി എഫ് ബൈ ഡി എക്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഡെഫിനിഷൻ ഈസ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് f of xy with respect to x. We consider the partial derivative with respect to x at a point x naught y naught. We consider the point x naught y naught is
dou f by dou x, the derivative of f with respect to x at the point x naught y naught is denoted by this symbol, dou f by dou x at x naught y naught equal to, the definition is limit h tends to 0 f of x naught plus h comma y naught minus f of x naught y naught divided by h. This is the partial derivative of f with respect to x. Limit h tends to 0 f of x naught plus h y naught minus f at x naught y naught divided by h. Provided ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്ത്, the limit exists. Provided the limit exists. ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ we can say that the limit value is the derivative of f with respect to x. This is the definition for derivative of f with respect to x at x naught y naught. ഇതേപോലെ തന്നെ നമുക്ക് the partial derivative of f of x y with respect to y യും കൺസിഡർ ചെയ്യാം കേട്ടോ. Then that is the partial derivative of f of x y with respect to y at the point, നമ്മളൊരു പോയിന്റ് എടുക്കുകയാണ് x naught y naught, at the point x naught y naught is denoted by dou f by dou y at x naught y naught. This is the notation of derivative of f with respect to y at x naught y naught. That's equal to, the definition is limit h tends to 0 എന്ത് വരും, f of x naught കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, then yക്ക് ചേഞ്ച് വരും, y naught plus h minus f at x naught y naught divided by എന്ത് വരും, h. This is the provided, എന്ത് കണ്ടീഷനോടെ വരും, the limit exists. Provided the limit exists. This is the definition of partial derivative of f of x y with respect to x and with respect to y. ഇതിന് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് വേറെ അവൈലബിൾ ആണ്. ദെൻ ഇതേ ഡെഫിനേഷൻ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ, if is a function of xy, then the derivative of f of xy is denoted by partial derivative of f with respect to x is denoted by dou f by dou x, അല്ലേ? dou f by dou x at x naught y naught can be also equal to, നമുക്കിതിനെ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. അതായത് ലിമിറ്റ് x tends to x naught f at x y naught, y ഫിക്സ്ഡ് ആണ്, മൈനസ് f at x naught y naught divided by x minus x naught. അതായത് നമ്മൾ യൂഷ്വൽ ഡെറിവേറ്റീവിൻ്റെ കേസിൽ ഡി എഫ് ബൈ ഡി എക്സ്, ഇഫ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ദെൻ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്, എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് സീറോ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് അറ്റ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട് എന്നുള്ള ഡെഫിനേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസിസിൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിന് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് അറ്റ് വൈ എക്സ് വൈ നോട്ട് മൈനസ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എക്സ് നോട്ട്. സിമിലർലി വി ക്യാൻ റൈറ്റ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് എങ്ങനെ വരും, ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഈസ് എന്ത് വരും, ലിമിറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ വരുന്നത്, അപ്പോൾ വൈക്ക് ചേഞ്ച് ചെയ്യണം, വൈ ടെൻസ് ടു വൈ നോട്ട് എഫ് അറ്റ് എക്സ് നോട്ട് വൈ, എക്സ് ഫിക്സഡ് ആണ്, അപ്പം എക്സ് നോട്ട് വൈ മൈനസ് എഫ് അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ വൈ മൈനസ് വൈ നോട്ട്, പ്രൊവൈഡഡ് ദിസ് ലിമിറ്റ് എക്സിസ്റ്റ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലിമിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം, ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പം ഇത്രയുമാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണെങ്കിൽ വി ക്യാൻ കൺസിഡർ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ഉണ്ട്, ദറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ. ദെൻ ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, എഫ് എക്സ്. എഫ് എക്സ് മീൻസ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സിമിലർലി എഫ് വൈ ഡിനോട്ട്സ് ദ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, അപ്പം നൊട്ടേഷൻസ് ഓർത്തിരിക്കുക, ഡെഫിനിഷൻ പഠിക്കണം. ദെൻ ഇവിടുന്ന് പറയാനുള്ളൊരു കാര്യം, ഇതെങ്ങനെ ഡെറിവേറ്റീവ് കാണാം, അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ കാണാനായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം അതായത്
ഡോ എഫ് ബൈ ഡോ എക്സ് കാണണമെങ്കിൽ നമുക്ക് ഡി എഫ് ബൈ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. അപ്പം എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് കാണാൻ വേണ്ടി ചെയ്യുന്ന ഇതാണ്. എന്ത് ചെയ്യും? ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. കീപ്പിംഗ് വൈ കോൺസ്റ്റൻറ്റ്, വൈയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സ് വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ, ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ, കീപ്പിംഗ് എന്ത് ചെയ്യും? എക്സ് കോൺസ്റ്റൻറ്റ്, എക്സിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി ചെയ്യുന്നത്. അതായത് എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ തന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷന് നമ്മുടെ യൂഷ്വൽ വേയിൽ, നമ്മുടെ സാധാരണ ഡിഫറൻസിയേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അവിടെ ഓർക്കേണ്ട കാര്യം വൈ എന്തായിട്ട് നിർത്തും? കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. സിമിലർലി ഡോ എഫ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, കീപ്പിംഗ് എക്സ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. Then the question is find the values of dou f by dou x and dou f by dou y at the point 4 minus 5 if function is given as f of x y equal to x square plus 3xy plus y minus 1. This is the given function. Then we want to find out the values of dou f by dou x and dou f by dou y at the point 4 minus 5. എങ്ങനെ ചെയ്യും? നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യമേ ഫംഗ്ഷൻ എടുത്തെഴുതാവേ. given f of x y equal to, what is f of x y? x square plus 3xy plus y minus 1. നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സും കാണണം, ഡോ എഫ് ബൈ ഡോ വൈയും കാണണം അല്ലേ? അറ്റ് ദ പോയിൻറ്റ് 4 minus 5. അപ്പോൾ നമുക്ക് ആദ്യമേ ഡോ എഫ് ബൈ ഡോ എക്സ് കാണണം. ഡോ എഫ് ബൈ ഡോ എക്സ് കാണാനായിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ആണ്. വട്ട് ഈസ് എക്സ്? എഫ് എക്സ് സ്ക്വയർ പ്ലസ് 3xy പ്ലസ് വൈ മൈനസ് 1. ദിസ് ഇസ് ഡെഫിനിഷൻ. ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എഴുതി, എക്സ് സ്ക്വയർ പ്ലസ് 3xy പ്ലസ് വൈ മൈനസ് 1. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്ത് ചെയ്യുക? വൈയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. ദെൻ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? ദാറ്റ് ഈസ് 2x പ്ലസ് നോക്കി അടുത്ത ടൈം വരുന്നത് 3xy ആണ്. അപ്പോൾ നമ്മൾ വൈയെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുക. അപ്പോൾ 3y കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും അല്ലേ? ദെൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 വരും. പ്ലസ് നെക്സ്റ്റ് ടൈം വൈ ആണ്. വൈ കോൺസ്റ്റൻ്റ് ആക്കിയാണ് നിർത്തുന്നത്. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഇറ്റ് ഈസ് 0 മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. ദെയർഫോർ ദിസ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3y. ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x പ്ലസ് 3y ആണ്. ദെൻ ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് 4 minus 5 കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അതായത് എക്സിൻ്റെ വാല്യൂ 4 ആവും, വൈയുടെ വാല്യൂ -5 ആവും. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദിസ് ഇസ് ഈക്വൽ ടു എക്സിന്, അതായത് ഡോ എഫ് ബൈ ഡോ എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? ഇതിൽ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈക്ക് -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? 2 × 4 പ്ലസ് 3 × -5. ദാറ്റ്സ് ഈക്വൽ ടു 2 × 4 ഈസ് 8 മൈനസ് 3 × 5 ഈസ് 15. That's equal to -7. This is dou f by dou x at the point 4 minus 5. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? ഡോ എഫ് ബൈ ഡോ വൈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ലേ കാണേണ്ടത്? അപ്പോൾ എന്ത് ചെയ്യുക? ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3xy പ്ലസ് വൈ മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു, ഈ ഫംഗ്ഷനെ നമ്മൾ വൈ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. എക്സിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. ഇവിടെ നമ്മൾ എക്സ് വെച്ചിട്ട് നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ വൈ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകാം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? എക്സ് സ്ക്വയർ കോൺസ്റ്റൻ്റ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. പ്ലസ് എക്സ് വെച്ചിട്ട് വൈ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ 3x ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു വൈ
that is 1 plus again y യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? that is 1 minus കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0. this is equal to 3x plus 1. this is the partial derivative of dou f with respect to y. then നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? dou f by dou y at the point 4 minus 5 കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? 4 minus 5 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഈ ഫംഗ്ഷനിൽ dou f by dou yയിൽ എക്സിന് 4 കൊടുക്കാം, വൈക്ക് -5 കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് വരും? 3 into 4 plus 1 that's equal to 12 plus 1 13. this is the value of dou f by dou y at the point 4 minus 5. ക്ലിയർ ആണല്ലോ? then next question ഇതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. the question is find the values of dou f by dou x and dou f by dou y at the point 2 minus 1 if f of xy equal to 3 into x cube into y plus 4xy square minus 2x plus 4y minus 5. This is the given function. We want to find out the values of dou f by dou x and dou f by dou y at 2 minus 1. Given f of xy equal to 3x cube y plus 4xy square minus 2x plus 4y minus 5. എങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമുക്ക് dou f by dou x കാണാം അല്ലേ? dou f by dou x is actually dou by dou x of f വരും. what is f? that is 3x cube y plus 4xy square minus 2x plus 4y minus 5. that's equal to എന്ത് വരും എന്ന് പറഞ്ഞേ? this is equal to വരുന്നത് എന്താ? that is with respect to x അല്ലേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം y യുടെ ടൈം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തണം അല്ലേ? അപ്പോൾ ഇവിടെ 3y കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. 3y ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വേണം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ദറ്റ് ഈസ് 3x സ്ക്വയർ പ്ലസ് അടുത്തത് ടൈം ചെയ്യുമ്പോൾ 4y സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. 4y സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് 2 ഇൻറ്റു 2 കോൺസ്റ്റൻ്റ് അല്ലേ? 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 പ്ലസ് 4y കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ദറ്റ് ഈസ് 0 മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 വരും. therefore this is equal to എന്താ വരിക? 9x square y plus 4y square minus 2 is the value of dou f by dou x. and നമുക്ക് dou f by dou x at 2 minus 1 കാണണം അല്ലേ? then dou f by dou x at 2 minus 1 equal to എന്ത് വരും നോക്കി? എക്സിന് 2 കൊടുക്കുക, വൈക്ക് -1 കൊടുക്കുക അല്ലേ? അപ്പോൾ എന്ത് വരും? 9 ഇൻറ്റു 4 ഇൻറ്റു -1 പ്ലസ് 4 ഇൻറ്റു -1 the whole square that is 1 minus 2 that's equal to 36 minus അല്ലേ -36 വരും അല്ലേ? 9 ഇൻറ്റു 4 36 ഇൻറ്റു -1 -36 പ്ലസ് 4 minus 2 that's equal to -38 പ്ലസ് 4 വരും അല്ലേ? that is -34 വരും. this is the value of derivative of f with respect to x at the point 2 minus 1. then find dou f by dou y. derivative of f with respect to y എന്ത് വരും? dou by dou y of f വരും അല്ലേ? that is 3x square y plus 4xy square minus 2x plus 4y minus 5. that's equal to derivative with respect to y അല്ലേ എടുക്കുന്നത്? എന്ത് വരും? എക്സിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും അല്ലേ? അപ്പോൾ 3x square ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? ദിസ് 1 പ്ലസ് അടുത്തത് 4x കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2y മൈനസ് 2x കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0 പ്ലസ് 4yയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 4 കോൺസ്റ്റൻ്റ് ആണ്. വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 1 മൈനസ് 0 ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 3x square plus 8xy plus എന്ത് വരും? 4 വരും. ദിസ് ഈസ് ദ വാല്യൂ ഫോർ dou f by dou y. then dou f by dou y at 2 minus 1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ത് വരും? dou f by dou y at 2 minus 1 equal to 3 into 2 square that is 4 plus 8 into 2 into yക്ക് -1 plus 4 that's equal to 3 into 4 12 അല്ലേ?
സോറി, ഇവിടെ നമ്മൾ എടുത്തെഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നേ. 3x³ വരുന്നത് അല്ലേ? ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. 3x³ അല്ലേ വരുന്നത്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? 8 വരും അല്ലേ? ദാറ്റ് ഈസ് 24 പ്ലസ് ദെൻ എന്ത് വരും? 8 × 2 ദാറ്റ് ഈസ് 16 മൈനസ് 1 ദാറ്റ് ഈസ് -16 വരും അല്ലേ? -16 എന്ത് വരും? +4 ദാറ്റ് ഈസ് 28 -16 വരും. 28 -16 എത്ര വരിക? ദാറ്റ് ഈസ് 12. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ∂f/∂y അറ്റ് 2 - 1. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് ഇതേ പാറ്റേണുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ദാറ്റ് ഈസ് ഫൈൻഡ് നമ്മുടെ യൂഷ്വൽ ഡെറിവേറ്റീവ്, അതായത് എഫ് എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ദെൻ df/dx കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്ത് നടക്കുള്ളൂ കേട്ടോ. ഡെറിവേറ്റീവ്സ് അറിയാമെങ്കിൽ, ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം. ഫൈൻഡ് ∂f/∂y if f of xy equal to y into sin xy. This is the given function. F of xy equal to y into sin xy. Then we want to find out ∂f/∂y. എങ്ങനെ കാണും? ∂f/∂y equal to ∂by/∂y of y into sin xy. നോക്കിക്കേ, ഇവിടെ y into sin xy ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. വിത്ത് റെസ്പെക്ട് ടു y ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഫംഗ്ഷനും വൈയിലുണ്ട്, സെക്കൻഡ് ഫംഗ്ഷനും വൈയിലാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, ദാറ്റ് ഈസ് നമുക്കിങ്ങനെ എഴുതാം ∂by/∂y ഓഫ്, ഇവിടെ വരുമ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് വരും കേട്ടോ, അത് ഓർത്തണം. sin xy പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് sin xy ഇൻറ്റു ∂by/∂y ഓഫ് y. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും നോക്കിയേ? y ഇൻറ്റു ∂by/∂y ഓഫ് sin xy. sin xyയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? ദാറ്റ് ഈസ് cos xy ഇൻറ്റു എന്ത് വരണം? xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരണം അല്ലേ? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം sin xyയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് cos xy ഇൻറ്റു xyയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് x വരും അല്ലേ? xyയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ yയുടെ ഡെറിവേറ്റീവ് x കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇൻറ്റു yയുടെ ഡെറിവേറ്റീവ് വരുമ്പോൾ എന്ത് വരും? 1 വരും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം ∂by/∂y ഓഫ് xy പ്ലസ് sin xy ഇൻറ്റു ∂by/∂y ഓഫ് y എന്ത് വരും? yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താ വരുന്നത്? ദാറ്റ് ഈസ് 1. Therefore this is equal to y ഇൻറ്റു cos xy ഇൻറ്റു ∂by/∂y ഓഫ് xy എന്നാ വരുന്നത്? ദാറ്റ് ഈസ് x പ്ലസ് sin xy. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? xy ഇൻറ്റു cos xy പ്ലസ് sin xy. This is the derivative of f with respect to y. അപ്പം ചെയ്യുന്ന ഇതാണ്, ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വൈയെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. ദെൻ നമ്മുടെ യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്ന പോലെ തന്നെ പ്രൊസീഡ് ചെയ്യും. അതേപോലെ തിരിച്ച് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? എക്സിൻ്റെ ടൈമിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. ദെൻ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എനിവേ, താങ്ക് യു.